തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ റബ്ബർ പുരയിടത്തിൽ മനുഷ്യന്റെ അസ്ഥികൂടത്തിന് സമീപത്തായി തലയോട്ടിയും വസ്ത്രവും മുടിയും കണ്ടെത്തിയിട്ടുണ്ട്. ശരീരാവശിഷ്ടങ്ങൾക്ക് 10 ദിവസത്തോളം പഴക്കം വരും. 75 വയസ്സുള്ള ദേവദാസൻ എന്നയാളെ 10 ദിവസമായി പ്രദേശത്തൊന്നും കാണാനില്ലായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കണ്ണാടിയും ചെരുപ്പും ഇദ്ദേഹത്തിന്റെ മരുമകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന ദേവദാസൻ എന്ന് പറയപ്പെടുന്ന ഒരു ദേഹത്തെ കാണാനില്ല എന്ന ഒരു വിവരം കിട്ടുകയും അതിനനുസരിച്ച് നമ്മളെല്ലാം കൂടെ ഈ പരിസരത്തെല്ലാം ഒരു പരിശോധന നടത്തിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു അഴുകി നശിച്ച ഒരു മൃത ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് വല്ല പന്നിയുടെയോ അല്ലെങ്കിൽ അത് മറ്റു പോലുള്ള ജന്തുക്കളുടെയോ ആയിരിക്കുമെന്നാണ് ഒരു അഭിപ്രായം ഉയർന്നു വന്നത്. പക്ഷെ പിന്നീട് ഒരു വിശദമായ പരിശോധന നടത്തിയപ്പോൾ ദേവദാസൻ ആശാരിയുടെ വസ്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ചെരുപ്പും മറ്റ് പണിയായുധങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത് അത് അദ്ദേഹം തന്നെ ആയിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത്. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. കഴിഞ്ഞ 10-12 ദിവസക്കാലമായി ഇദ്ദേഹത്തെ കാണാനില്ലെന്നാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. നിങ്ങളാണ് ആദ്യം കണ്ടത്? നമ്മൾ തൊഴിലാളികൾ നമ്മളിപ്പോൾ കണ്ടു. ഒരാഴ്ച കൊണ്ട് ഇവിടെ സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇന്ന് വന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും വരെ നോക്കാമെന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ബോഡി കണക്ക് തോന്നി. ഇതിൽ എന്തൊക്കെ ഒരു സംശയത്തിൻ്റെ നിലപാടുണ്ട്. കാര്യം കത്തിയൊക്കെ കിടക്കുന്നു എന്തോ ഇങ്ങനെ. പിന്നെ അത് മാത്രമല്ല എപ്പോഴൊക്കെ ഇവിടെ ആൾ കാണുന്നത് ഇത്രയും ദിവസമായിട്ട് ഇതൊന്ന് കാണാനോ എടുക്കാനോ ഒന്നും ആർക്കും പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. ഇത്രയും നികൃഷ്ടമായ ബോഡി ഇത്രയും വളരെ ആവുന്നത് വരെ ആർക്കും ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. എപ്പോഴും ഇതിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നതും വിശേഷിച്ച് അവിടെ കളിക്കാൻ ചില ബറ്റാലിയൻ കളിക്കാൻ വന്നിരിക്കുമായിരുന്നു. കടയ്ക്കാവൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അഭിലാഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഭിലാഷ്, കഴിഞ്ഞ 10 ദിവസമായി ഈ 75-കാരൻ വയോധികനെ കാണാനില്ലെന്ന പരാതി ഉണ്ടായിരുന്നു. ഒടുവിൽ റബ്ബർ തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ടോം, ഈ കടയ്ക്കാവൂരിന് സമീപത്ത് കണ്ണങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബോഡി ഇന്ന് കണ്ടെത്തിയത്. ബോഡി എന്ന് പറയില്ല, അസ്ഥികൂടം ഇന്ന് കണ്ടെത്തിയത്. ആ അവസ്ഥയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഈ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ നാട്ടുകാരും തന്നെ ഇത്തരത്തിൽ അറിഞ്ഞിരുന്നില്ല. വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ നായകളോ മറ്റോ ഈ പ്രദേശത്ത് ചത്തുകിടപ്പുണ്ടാവും എന്നാണ് നാട്ടുകാരും ധരിച്ചത്. എന്തായാലും ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ മൃതദേഹം ഈ അവസ്ഥയിൽ കണ്ടെത്തിയത്. മാത്രമല്ല, ഈ ദേവദാസൻ എന്ന് പറയുന്ന ആളെ ഇതിന് സമീപത്തായി തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഇയാളെയും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ വീട്ടിൽ കാണാനില്ല എന്നൊരു വിവരം കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആ പ്രദേശമാകെ അന്വേഷിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിൽ ശരീരത്തിൽ നിന്നും തല വേർപെട്ട രീതിയിൽ ഈ ബോഡി കണ്ടെത്തിയത്. ഇതിന് സമീപത്ത് നിന്ന് തന്നെ ഈ ഇദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കണ്ണാടി തുടങ്ങിയവയെല്ലാം കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ബന്ധുവിനെ, മരുമകനെ വിളിച്ച് വരുത്തി ഈ വസ്ത്രങ്ങളും കണ്ണാടിയുമെല്ലാം ഇയാളുടെ തന്നെ ദേവദാസന്റെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടിപ്പോയത്. എന്തായാലും ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായൊരു വിവരം ഇതുവരെയും പറയാറായിട്ടില്ല. കാരണം ഈ 10 ദിവസത്തോളം മുമ്പാണ് ഈ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. തെരുനായ്ക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ എന്തോ ഈ ശരീരത്തെ കടിച്ച് മറ്റത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇങ്ങനെ ആവാൻ തല വേർപെട്ടതെന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഫോറൻസിക് അംഗം ഉൾപ്പെടെ പരിശോധന നടത്തി വരുന്നുണ്ട്. കൂടുതൽ ഇത് സംബന്ധിച്ച് എങ്ങനെ മരണകാരണം എന്നൊക്കെ സംബന്ധിച്ച് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കുടുംബാംഗങ്ങൾക്കോ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അഭിലാഷ്? കാരണം ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഇവിടെ എന്തിനാണ് ഈ ദേവദാസൻ എത്തിയത് എന്നൊരു ചോദ്യം ഉൾപ്പെടെ സ്വാഭാവികമായും ഉയരാം. ഒരു കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? അതോ എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കുമോ? നമ്മൾ
ഞങ്ങൾ പോലീസിനോടും ഇവിടുത്തെ നാട്ടുകാരോടും ഒക്കെ അന്വേഷിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഈ ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. കുടുംബവുമായി നേരത്തെ തന്നെ ചെറിയ പിണക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ കുടുംബക്കാരും ഇങ്ങോട്ട് വരാറോ സഹകരിക്കാറോ ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 10 ദിവസമായിട്ടും ഈ ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വിവരം പുറത്ത് പലരും അറിയാതെ പോയത്. എന്തായാലും ഇയാൾക്ക് മറ്റ് ശത്രുക്കളോ അല്ലെങ്കിൽ കൊലപ്പെടുത്തേണ്ട രീതിയിലുള്ള സാഹചര്യമോ പ്രത്യക്ഷത്തിൽ മറ്റേ നാട്ടുകാരുടെ അറിവിലില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. മറ്റേതെങ്കിലും രീതിയിലായിരിക്കാമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ കൊലപാതകം എന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒരു സംശയത്തിലേക്ക് പോലീസും ഇനിയും പോയിട്ടില്ല. തുടർന്ന് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ, കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹം ആ അവസ്ഥയിലാണ്. കാരണം 10 ദിവസത്തോളം കഴിഞ്ഞ മൃതദേഹം അസ്ഥികൂടം മാത്രമാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങളും മറ്റും ഫോറൻസിക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതൊരു മരണകാരണത്തെ സംബന്ധിച്ച് വ്യക്തമായി പറയാൻ കഴിയൂ എന്നുള്ളതാണ്. വ്യക്തമാണ്. എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകുന്നത്.